ഞാനിന്ന് ഇവിടെ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. തീ കൂട്ടി വെച്ചിട്ട് ഇതാ 2 മുട്ട കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മുട്ട നമ്മൾ ഇലയിൽ വെച്ച് തീയിൽ വെച്ച് ചുട്ടെടുക്കാനാണ്. കനലിൽ വെച്ച് മുട്ട ചുട്ടെടുക്കാൻ വേണ്ടി ഞാൻ നോക്കുകയാണ്. ഇനി കാറിപ്പോവുക നന്നായിട്ട് വെന്ത് കിട്ടുമെന്നൊന്നും അറിയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഇലയിൽ ഈ കനൽ തീ കുറച്ച് മതങ്ങുമ്പോഴത്തേന് കനൽ നീക്കിയിട്ടും കൊണ്ട് അതിൽ വെച്ച് ഈ ഇല കോട്ടിയിട്ട് അതിൽ മുട്ട ഉടച്ച് വെച്ചിട്ട് തീയിൽ വെച്ച് ചുട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കൊന്ന് ചുട്ട് നോക്കാം. തീ കുറച്ച് ഇതാകുമ്പോഴത്തേന് നമുക്കൊന്ന് ചുട്ട് നോക്കാം, എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ഈ നല്ല റെഡി ആകുമ്പോഴത്തേനും നമുക്ക് ഈ ഇലനെ കോട്ടിയെടുക്കാം. തീ കത്തി ഏകദേശം പരുവായിട്ടുണ്ട്. നമുക്ക് അപ്പോഴത്തിന് ഇതിന് ഇലനെ നല്ല കിടിലുമായിട്ട് ഇല കോട്ടിയെടുക്കണം. അതുകൊണ്ട് ഇല കോട്ടാൻ വേണ്ടി ഒരു കമ്പ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയാണ്. ക്ലിയറായിട്ട് അതിയല്ല ഇതാ ഇങ്ങനെ കോട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ കൂടി ഒരു കമ്പ് ഇങ്ങനെ കയറ്റി കൊടുക്കാം. ഉണക്ക കമ്പാണ് എന്തിനാണ് ഇരിക്കണം. നമുക്ക് ഒരു പിന്നും കൂടി അടിച്ചു കൊടുക്കാം അതിൽ. ഇല കോട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്താണ് നമ്മൾ മുട്ട ഒഴിച്ചിട്ട് മുട്ട ഉപ്പും കൂടി ഇട്ടിട്ട് മുട്ട വെച്ച് കലക്കി തീയിൽ വെച്ച് നമ്മൾ മുട്ട ചുടാൻ പോവുകയാണ്. ഓക്കെ, ഉപ്പും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇലനെയൊക്കെ കഴുകിയതിന് ശേഷം മുട്ട നമുക്ക് ഇനിയിപ്പോൾ മുട്ട ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് മുട്ട ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ചതിന് ശേഷം ശകലം ഉപ്പ് ഇട്ട് പിന്നെ കലക്കിയെടുക്കാം. നന്നായിട്ട്
നന്നായിട്ട് ഞാൻ മുട്ട നമ്മൾ ഓംപ്ലേറ്റ് അടിക്കാൻ കലക്കും പോലെ നന്നായിട്ട് മുട്ട കലക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നൈസിലെ തീയിൽ കൊണ്ട് വെച്ച് ചൂടാൻ വേണ്ടി ഒന്ന് ശ്രമിച്ച് നോക്കാം. പാകപ്പാട് ഞാൻ ചുള്ളി വിറവാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ചുള്ളി വിറവായതുകൊണ്ട് എല്ലാം കത്തി പോയിരിക്കുകയാണ്. ദാദാ ഇലയൊക്കെ കാറി വരുന്നുണ്ട്. സൈഡിൽ നിന്ന് ഇലയൊക്കെ നന്നായിട്ട് കാറി വരുന്നുണ്ട് സുഹൃത്തുക്കളെ. എന്തരാവുന്നൊന്നും ഒരു പിടിയുമില്ല. പുകയളവുന്നുണ്ട്. വേവുവോ വേവൂലേ ഒന്നും പറയാൻ പറ്റത്തില്ല. കാറ്റടിക്കുന്നതുകൊണ്ട് തീ നാളെ എടുത്ത് കത്തിക്കഴിഞ്ഞാൽ ഇല കരിഞ്ഞു പോകേണ്ട സാധ്യതയുണ്ട്. ഇത് തിരിച്ച് വെച്ച് കൊടുക്കണം. ഓംപ്ലേറ്റ് അടിക്കും പോലെ. എന്തായാലും അങ്ങനെ നിന്ന് തന്നെ ഒന്ന് ഇത് വെന്തോട്ട്. നമുക്കിനിയിപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പം ഈറ ഇലയുണ്ട്. ഈറ ഇലയാണ് ഇതിന് പറ്റിയത്. ഈറ ഇല വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കും. ഈറ ഇല വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പെട്ടെന്ന് ഇല കാറിപ്പോകില്ല. ഇതിപ്പോൾ ഈറ ഇല നമുക്ക് എടുക്കാൻ വേണ്ടി ഇപ്പം പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ട്, ഇവിടെ അടുത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് ആണ് ഞാൻ വട്ട ഇലയാണ് എടുത്തിരിക്കുന്നത്. വട്ട ഇല അതുകൊണ്ടൊരു 3-4 ഇല ഒരുമിച്ച് മടക്കിയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നന്നായിട്ട് വെന്ത് വരും. നമ്മുടെ ഓംപ്ലേറ്റിനെക്കാട്ടി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇലയിൽ വെച്ച് ചുട്ട് കഴിഞ്ഞാൽ. മതിയാറ്റ കല്ലും കൂടി ചൂടായിരിക്കും. അങ്ങോട്ട് നല്ല ചൂടുണ്ട്. ഇങ്ങനെ കറക്കി വെച്ച് ചൂടേണ്ടതുണ്ട് ഇതിന്. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഒരു സൈഡ് മുട്ട ഏകദേശം പരുവൊക്കെ ആയിട്ട് വെന്തിട്ടുണ്ട്. ഇനി താഴെ സൈഡ് മറ്റൊരു സൈഡ് ഇടുകയുള്ളൂ. നമ്മളിങ്ങനെ കറക്കി ഇതിനെ ഇലയിനെ ഇങ്ങനെ കറക്കി വെച്ചാണ് നമ്മൾ ചുട്ടെടുക്കേണ്ടത്. ചുട്ടെടുത്താൽ നല്ല ടേസ്റ്റാണ് സംഭവം. തീ ഒരുപാട് കത്തിപ്പിടിക്കുന്നുണ്ട്. ഇത്രയും തീയിൻ്റെ ആവശ്യം നമുക്കിവിടെ ഇല്ല. നമ്മുടെ ഇല ബുൾസായി അങ്ങനെ ഒരു ബന്ധമെല്ലാം നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. അകത്ത് നല്ല ബന്ധു പറഞ്ഞേ ഉള്ളൂ. സ്ഥാപനം ബന്ധായിരിക്കും. യെസ്, അങ്ങനെ ഇങ്ങനെ ഒരു ബന്ധ് സെറ്റായിട്ടുണ്ട്. പൊളിയായിരിക്കും. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഈറയിലായിരുന്നെങ്കിൽ ഇത്രയൊന്നും ഇതാവൂല. ഇതിപ്പം വട്ട ഇലയിൽ നമ്മൾ വെച്ചത് കൊണ്ടാണ് ഇത്ര ഇതായത്. ഈറയിലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ക്ലിയറായിട്ട് കിട്ടിയേനെ. അപ്പോൾ കുറേശ്ശെ ഇതിനൊന്ന് പൊളിച്ച് നോക്കാവുന്നതാണ്. ഇപ്പോൾ എത്ര ഇല വെച്ച് ഞാനൊരു 4-5 ഇലയാണ് വെച്ചിരുന്നത്.
അതിൻ്റെ കമ്പിന് ഒരു കളയട്ടെ. കമ്പി കൂടിയൊക്കെ കയറി സെറ്റായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യെസ് 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 യെസ്. എന്താ ഇലയുടെ ആ ഒരു ഷേപ്പ് നമ്മുടെ ഇതിലൊക്കെ ബുൾസൈൽ അതേപടിയൊക്കെ പതിഞ്ഞിരിപ്പുണ്ട്. നമുക്കിനി വേറെ ഇല എടുക്കണം. വേറെ ഇല എടുത്ത് അതിൽ വെച്ചിട്ട് ഇറക്കി അതിൽ വെക്കാം. ഹായ് ഇല ബുൾസായിരുന്ന അറ്റ ഇത്രയും വെന്തില്ല. ഇല കാറിയില്ല. വെള്ളം ഇരുന്നുകൊണ്ട് നമ്മുടെ മുട്ട ഇരുന്നുകൊണ്ട് വെന്തില്ല. കോട്ടയം നല്ല നിരപ്പുള്ള എടുത്ത് വയ്ക്കാം. ഇതാണ് സംഭവം. ഞാൻ ഇലയിൽ വെച്ച് നമ്മൾ മുട്ട ചുട്ടെടുത്തത്. ഇത് നല്ല ഓംലെറ്റിനെക്കാട്ടും നമ്മൾ എണ്ണയിലിട്ട് ചുണ്ണാക്കാട്ടി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഞാൻ ഒന്ന് തിന്ന് നോക്കാം. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇലയുടെ ഒരു മണമുണ്ട്. ഒരു മണമുണ്ട്. കൊള്ളാം എന്തായാലും. മതി. ഇനി ഒരു പഴം കൊണ്ട്. അങ്ങനെ എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറയാൻ വേണ്ടി വിട്ടുപോയി. നമ്മൾ പേപ്പാറ ഡാമിൻ്റെ ആ ഒരു സൈഡിലാണ് വന്ന് നിൽക്കുന്നത്. ഞാൻ ഈ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ട ചുട്ട് തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെയാണ് വന്നത്. ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. ഇതാണ് അതിൻ്റെ ഒരു ഏരിയ. ഇവിടെയായിട്ടാണ് നമ്മൾ ചുട്ടത്. അവിടെ ഐലൻഡ് പോലെ ഒരു കല്ലിരിപ്പുണ്ട്. അപ്പോൾ അങ്ങ് വെള്ളം ഇറങ്ങിയില്ല. അടിയോട്ട് വലിയ പാറയാണ്.